ഹായ് ഓൾ. ഇന്ന് വളരെയധികം സന്തോഷമുള്ളൊരു ദിവസമാണ്. എന്താണെന്ന് വെച്ചാൽ ഇന്ന് ബ്രദറുടെ കല്യാണമാണ്. അപ്പോൾ കല്യാണം കെട്ടാൻ പോകാനാണ് എല്ലാവരും ഇവിടെ ഒരുങ്ങിയിരിക്കുന്നത്. കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും റെഡിയായി കാറിലേക്ക് കയറാൻ നിൽക്കുകയാണ്. തൃശ്ശൂരായതുകൊണ്ട് തന്നെ തുരങ്കത്തിലൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ അവിടെ എത്തി. അവിടെ അടിപൊളി സ്വീകരണമായിരുന്നു ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. വളരെ എനർജറ്റിക്കായ ഡാൻസ് പെർഫോമൻസും പാട്ടും എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ മഹർമാലയിട്ട് അൽഹംദുലില്ലാ ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ തമാശയൊക്കെ പറഞ്ഞ് സ്റ്റേജിൽ ഡാൻസ് പെർഫോമൻസും കണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. വളരെ എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു അവിടെ. പാട്ടും ഡാൻസും, ഡാൻസ് ഗ്രൂപ്പ് ഒരു രക്ഷയുണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ അവിടെ നിന്ന് എടുത്ത് ഇനി റിസപ്ഷനാണ്. അതിനെല്ലാവരും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ എല്ലാവരും റെഡിയായി അങ്ങോട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അവിടെ ഓപ്പൺ ഓഡിറ്റോറിയം ആയിരുന്നു. നല്ല ഭംഗിയായി സ്റ്റേജ് ഡെക്കറേഷനും എല്ലാം അവർ ചെയ്തിട്ടുണ്ട്. മിൽക്ക് ആൻഡ് ഡ്രിങ്കൊക്കെ കുടിച്ച് സ്റ്റാർട്ടഡൊക്കെ കഴിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ടായിരുന്നു. നല്ല കാറ്റ് വീശുന്നുണ്ടായിരുന്നു. ഒരു മഴ പെയ്യാനുള്ള സാധ്യതയൊക്കെ ഉണ്ടായിരുന്നു. ഒന്ന് ടെൻഷനായി, ഓപ്പൺ ഓഡിറ്റോറിയം ആയതുകൊണ്ട് തന്നെ. പിന്നെ റബ്ബിൻ്റെ അനുഗ്രഹം കൊണ്ട് മഴ അങ്ങനെ നീങ്ങിപ്പോയിട്ടുണ്ട്. പിന്നെ ബ്രൈഡും ഗ്രൂമും പുറത്തുള്ള ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് അവർ സ്റ്റേജിലോട്ട് പോവുകയാണ്. ഈ സമയം ഞങ്ങളും ഞങ്ങളുടെ കസിൻസ് എല്ലാവരും കൂടെ കുറച്ച് റീൽസൊക്കെ എടുത്ത് ഞങ്ങളുടെ അമ്മമാരെ കൊണ്ടും റീൽസൊക്കെ ചെയ്യിപ്പിച്ച് സ്റ്റേജിലെല്ലാവരും ഫാമിലി ആയിട്ട് നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുകയാണ്. നല്ല ആംബിയൻസ് ആയിരുന്നു അവിടെ. അങ്ങനെ നമ്മളും ഗ്രൂപ്പ് ഫോട്ടോയും എല്ലാം എടുത്ത് ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടി പോയി. നിറയെ വെറൈറ്റി ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു ഫുഡ്. അതെല്ലാം കഴിച്ച് ഊഞ്ഞാലൊക്കെ ഉള്ളതുകൊണ്ട് കുട്ടികൾക്ക് എല്ലാവർക്കും അത് മതി. ചെറുക്കനെയും പെണ്ണിനെയൊക്കെ കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ട്. അതിനുശേഷം കസിൻസിന് എല്ലാവർക്കും ചേർന്ന് ഒരു ചെയർ കളി ഒരുക്കി. അതിൽ ഞാനായിരുന്നു വിന്നർ. പിന്നെ ഒരുപാട് അവിടെ കളിച്ച് ചിരിച്ച് തിരിച്ച് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അവർ വരുമ്പോൾ ലഡ്ഡു, ജിലേബി, ഒരുപാട് സ്വീറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അലുവ. അതെല്ലാം കഴിച്ച് കുറേ നേരം അന്ന് ഒരുപാട് വൈകിയിരുന്ന് ഉറങ്ങാൻ എല്ലാവരും ഒരേ തമാശയൊക്കെ പറഞ്ഞ് അങ്ങനെ അൽഹംദുലില്ലാ ബ്രദറിൻ്റെ കല്യാണം നല്ല രീതിയിൽ നടന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണേ.